ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പഴമയുടെ പുതുമ അതുപോലെ നിലനിർത്തുന്ന പാടിയൊട്ടിച്ചലിലെ ഒരു ഹോട്ടലാണ് ഇന്നത്തെ ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ചേട്ടാ, ഇങ്ങനൊരു ഹോട്ടൽ ഇതിപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല നല്ല ലൈറ്റും കാര്യം ആംബിയൻസ് ഒക്കെ ആക്കിയിട്ട് ആളുകൾ ഹോട്ടലുകളും ഇതൊക്കെ തുടങ്ങുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇതിങ്ങനെ തന്നെ നിലനിർത്താനുണ്ടാകാണ്. ഈ ബിൽഡിങ് ഇത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ പാടിയോട്ടിച്ചാലിൻ്റെ സിനിമാ തിയേറ്ററുള്ള കാലത്തൊക്കെ വരുമ്പോഴേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഇത്. വളരെ ഈ ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് വളരെ ചരിത്രപരമായ ചില കാര്യങ്ങളുണ്ട്. 1964 നമ്മളുടെ വയക്കര സ്കൂളിൽ പാടിയോട്ടിച്ചാലിലായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ സമയത്ത് ഇവിടെ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാഹിത്യകാരൻ SK പൊറ്റക്കാട് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്തത് ഇവിടെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് പുറമെ ഇതിൻ്റെ തൊട്ട് മുൻവശത്തായിട്ട് തന്നെ നമ്മുടെ രാമൻ വൈദ്യർ, പക്ഷെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് വണ്ണാം വൈദ്യർ എന്ന നാമത്തിലാണ്. അദ്ദേഹത്തെ കാണാൻ നമ്മുടെ EMSഉം AKGയും ഒക്കെ വരുന്ന കാലത്ത് അവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് ഇവിടെയാണ് എന്ന് ഇവിടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ഒരു പഴയ ആ ഒരു പൈതൃകത്തിൽ തന്നെ ഇത് നിലനിർത്തണം എന്ന ഒരു ആശയത്തിൽ ഞാൻ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എനിക്ക് ഹോട്ടൽ നടത്താൻ തരികയാണെങ്കിൽ എനിക്ക് ഇതിനോട് താല്പര്യമുണ്ട് എന്ന് പറയും. ഞാനിവിടെ ഒരു വർഷക്കാലമായി ഈ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് തരുന്നത്. കാരണം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് വനിതകളാണ്. പിന്നെ നമ്മളുടെ ആ വീട്ടിലുണ്ടാകുന്ന അതേ രീതിയിലുള്ള നാടൻ ഭക്ഷണങ്ങളാണ് മാക്സിമം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ചായക്ക് വട്ടയപ്പം, ഇലയട, കൊഴുക്കട്ട, ദോശ, പിന്നെ പൊറോട്ട വേണ്ടുന്നവർക്ക് പൊറോട്ട, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഒരുക്കുന്നത്. വെജും നോൺ വെജും രണ്ടും ഉണ്ട്. പിന്നെ ഉച്ചക്കാണെങ്കിൽ ഇല വെച്ചിട്ടുള്ള ഊണ്, അതിന് പിന്നെ ഒരു ചിക്കൻ കറി, സാമ്പാർ, അവിയൽ, മറ്റേ തോരൻ, അച്ചാറ്, പപ്പടം ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ ഓരോ ദിവസവും കറികൾ മാറ്റി പിടിക്കും. അതായത് ഇന്ന് സാമ്പാറാണെങ്കിൽ നാളെ പുളിശ്ശേരി, മറ്റൊരു ദിവസം പരിപ്പ്, അങ്ങനെ. അത് ഈ ചരിത്ര പുരുഷന്മാരൊക്കെ വന്ന് ഇറങ്ങിയ ഒരു സ്ഥലമായതുകൊണ്ടും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ വായനാശീലം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് അതിന് ഒരു പ്രോത്സാഹനം നൽകുക എന്ന നിലയിൽ ഞാനിവിടെ 3 ദിനപത്രം ഇവിടെ ഇടുന്നുണ്ട്. ഒന്ന് ദേശാഭിമാനി, മലയാള മനോരമ, കേരള കൗമുദി. അതിന് പുറമെ FM റേഡിയോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും വാർത്ത കേൾക്കണമെങ്കിൽ വാർത്ത കേൾക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ പല കുട്ടികൾക്കും പിന്നെ നമ്മളുടെ എത്ര പ്രധാനമന്ത്രിമാർ ഇവിടെ നമ്മുടെ ഇന്ത്യ ഭരിച്ചു, അതൊക്കെ ഞാൻ അവരുടെ പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോ ചുമരിൽ അതേ സീക്വൻസിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ EMS മുതൽ ഇന്ന് പിണറായി വിജയൻ വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും ഫോട്ടോയും അവരുടെ കാലയളവും ഭരണരീതി അക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. ഞാനും അത് ഇങ്ങനെ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോസാണ് ഈ മുകളിലെ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി വരെയുള്ള 14 പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ 14 പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോ വെക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രധാനമന്ത്രിയെ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന്. അതായത് ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിജിയുടെയും ഇടയിൽ ഒരു 11 ദിവസം ഗുൽസാരിലാൽ നന്ദ
എന്ന ഒരാള് 11 ദിവസം ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, ഇവരുടെ ആ ഗ്യാപ്പിലും ഒരു 23 ദിവസം ഗുൽസാരിലാൽ നന്ദ തന്നെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാവരും പറയുമ്പോഴും 14 പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കൊണ്ടും പിന്നെ അതൊരു ആക്ടിംഗ് പ്രധാനമന്ത്രിയുടെ ഒരു ഇതായത് കൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഫോട്ടോ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവിടെ വെക്കും. പിന്നെ നമ്മുടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ EMS മുതൽ നമ്മുടെ പിണറായി വിജയൻ വരെയുള്ള ഓരോ മന്ത്രിമാരുടെയും ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഡ്യൂറേഷൻ, അവർ ഭരിച്ച ഡ്യൂറേഷൻ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലൊരു പ്രചോദനമാണ്. ഇവിടെ വന്നിരുന്ന് ഒരു ചായ എടുക്കാൻ തന്നെ വൈകി കഴിഞ്ഞാൽ ആ സമയം അവർ ഇതിനു വേണ്ടി ഇരുന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെറും ഒരു ബിസിനസ് മെന്റാലിറ്റിയിലല്ല ഞാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല ബിൽഡിങ്ങിൽ പോയിട്ട് ഹോട്ടൽ തുടങ്ങാമായിരുന്നു. ഇത് ഒരു പഴയ രീതിയിലുള്ള അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ള ഒരു ഇതിൽ ഇതിന്റെ ബിൽഡിംഗ് തുടങ്ങിയിട്ട് ചോദിച്ചിട്ട് ഞാൻ വാടക കെട്ടിലാണ് ഇവിടെ ഇത് നടത്തുന്നത്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ജിംഗിൾ ഗോൾഡ് ഫെസ്റ്റ്. ഡിസംബർ 22 മുതൽ 27 വരെ 1 പവൻ സ്വർണ്ണാഭരണമോ 35,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പർച്ചേസ് ചെയ്യൂ. സ്വർണ്ണ നാണയം സമ്മാനമായി നേടൂ. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.